എക്സ്ലാൻഡേഴ്സിൽ ഇനി എബോ 18 മാത്രമേ കളിക്കാൻ പറ്റത്തുള്ളൂ. ഐ എം റിയലി സോറി ഗൈസ്, നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇന്ത്യൻ റൂള് ഇങ്ങനെയാണ്. നമ്മൾ ഇന്ത്യയിലുള്ള ഇന്ത്യൻ സിറ്റിസൺസ് ആണ്, നമ്മൾ സർവർ ഇന്ത്യയിലാണ്. സോ നമുക്ക് ഇവിടുത്തെ റൂള് പാലിച്ച് മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. സോ കറൻ്റ്ലി നമുക്ക് എക്സ്ലാൻഡേഴ്സിൻ്റെ ലോങ് റണ്ണിന് വേണ്ടിയിട്ട് നമുക്കിത് തീരുമാനിച്ചേ പറ്റത്തുള്ളൂ. ഓൾറെഡി ലീഗലി ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. മെയിൻലി 3 സർവേഴ്സിൻ്റെ പേരിലാണ് വന്നിരുന്നത്: എക്സ്ലാൻഡേഴ്സ്, സിയോൺ സിറ്റി ആൻഡ് പാതിരാത്രി. സോ നമുക്ക് ഇത് ചെയ്തേ പറ്റത്തുള്ളൂ, നമുക്ക് വേറെ നിവർത്തിയില്ല. അതാണ് സത്യം. പേരൻറ്റ് കൺസെൻറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് കളിക്കാൻ പറ്റത്തില്ല. ദയവേത് നിങ്ങൾ ആരങ്ങനെ വിചാരിക്കരുത്. ഇതാണ് പറഞ്ഞത്. ഓൾറെഡി അണ്ടർ 7 ആർക്കും പേരൻറ്റ് കൺസെൻറ്റ് ഉണ്ടെങ്കിൽ പോലും കളിക്കാൻ പറ്റത്തില്ല. അത് ലീഗലി വാലിഡ് അല്ല. അത് സർവറിനായിരിക്കും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇഷ്യൂ വരുന്നത്. സോ നമുക്ക് അങ്ങനൊരു ഇഷ്യൂ എടുത്തു വെക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ പേരൻറ്റ് കൺസെൻറ്റും അക്സെപ്റ്റബിൾ അല്ല. അല്ലെന്നുണ്ടെങ്കിൽ ആ പേരൻറ്റ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആ പേരൻ്റ് പ്രോപ്പറായിട്ട് ഒരു മുദ്രപത്രത്തിൽ അവർക്ക് അവരുടെ മോനെ അവരുടെ ഉത്തരവാദിത്വത്തിൽ കളിപ്പിച്ചോളാം എന്ന് ഒരു മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് തന്നാൽ, അത് റിട്ടേൺ ബൈ ഒറിജിനൽ സാധനം ഒപ്പിട്ട് തന്ന് അത് മോൻ്റെ പേരിലല്ല, ആ പേരൻറ്റിൻ്റെ പേരിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ആ പേരൻറ്റ് പറയുന്ന സമയത്ത് മാത്രം ആ അക്കൗണ്ടിൽ നിന്ന് ലോഗിൻ ചെയ്യുന്ന രീതിയിൽ അവർക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇതിൻ്റെ ലീഗൽ സൈഡ് നമ്മുടെ ലീഗൽ അഡ്വൈസറിനോട് ചോദിച്ച് അതിൻ്റെ കൺഫർമേഷൻ വാങ്ങിയതിന് ശേഷം അത് പോസിബിൾ ആണെങ്കിൽ മാത്രം നമുക്ക് പെർമിറ്റ് ചെയ്യാം.